ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അഡോബിൻ്റെ ആഫ്റ്റർ എഫക്റ്റിൽ ഒരു പെർഫെക്റ്റ് സ്ക്വയറും പെർഫെക്റ്റ് സർക്കിളും എങ്ങനെ വരയ്ക്കാം നോക്കാം. ഇതിൽ നമുക്ക് ആദ്യം റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്ത് പറഞ്ഞാൽ നമുക്കൊരു റെക്റ്റാങ്കിൾ നമുക്ക് വരയ്ക്കാം. റെക്റ്റാങ്കിൾ പറഞ്ഞാൽ ഇത് നമുക്ക് കറക്റ്റ് സ്ക്വയർ കറക്റ്റ് 4 സൈഡ് വരെ ലെങ്ത്തുള്ള സ്ക്വയറാണ് വേണ്ടത് പറഞ്ഞാൽ അതിന് നേരെ നമുക്ക് കൺട്രോൾ പ്ലസ് ചെയ്യാം. കൺട്രോൾ പ്ലസ് ചെയ്യുമ്പോൾ കറക്റ്റ് സ്ക്വയർ വരും. അതിന് ശേഷം എവിടെയും ക്ലിക്ക് എടുക്കുക, ഡീസെലക്ട് ആവും. അതേപോലെ തന്നെ ഒന്നും കൂടി എടുത്തിട്ട് കറക്റ്റ് ഇത് ആങ്കർ പോയിന്റ് ഇതിൻ്റെ കോർണറിലാണ് വന്നത്, അതേപോലെ ഒന്നും കൂടി ക്രിയേറ്റ് ചെയ്യുന്നു. സെലക്ട് ചെയ്ത് കൺട്രോൾ അമർത്തി ഷിഫ്റ്റും കൂടി അമർത്തി കഴിഞ്ഞാൽ കൺട്രോൾ ആങ്കർ പോയിന്റ് സെൻട്രലായിട്ട് വരും. ഇനി പെർഫെക്റ്റ് സർക്കിൾ നമുക്ക് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഈ റെക്റ്റാങ്കിൾ ടൂളിൻ്റെ ഒന്ന് പ്രസ് ചെയ്ത് ഡ്രാഗ് ചെയ്ത് പറഞ്ഞാൽ കുറേ ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ എലിപ്സ് ടൂൾ എടുക്കാം, എലിപ്സ് വരയ്ക്കാം. എലിപ്സാണ് നമുക്ക് വരയ്ക്കാൻ കിട്ടുള്ളൂ. സർക്കിൾ അത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. അതിന് നമുക്ക് നേരെ കൺട്രോൾ അമർത്താം. ഇതിപ്പോൾ ആങ്കർ പോയിന്റ് കോർണറിലായിരിക്കും. ഇനി നമുക്ക് ഷിഫ്റ്റും കൂടി അമർത്തി കഴിഞ്ഞ് പറഞ്ഞാൽ കറക്റ്റ് സെൻറ്ററിൽ ഒരു സർക്കിൾ, പെർഫെക്റ്റ് സർക്കിൾ കിട്ടും. ഓക്കെ, ഇതൊക്കെ നമുക്ക് വരച്ചതിന് ശേഷം ഇതിൻ്റെ എന്താണ് ഷോർട്ട് ഫോം എന്ന് പറയുന്നത്, ടൂൾ എടുത്തിട്ട് കൺട്രോൾ അമർത്തി കഴിഞ്ഞ് പറഞ്ഞാൽ സ്ക്വയർ നമുക്ക് വരയ്ക്കാം. ആങ്കർ പോയിന്റ് കോർണർ കൺട്രോളും ഷിഫ്റ്റും കൂടി അമർത്തി കഴിഞ്ഞ് പറഞ്ഞാൽ ആങ്കർ പോയിന്റ് സെൻറ്ററിൽ വെച്ചിട്ട് പെർഫെക്റ്റ് റെക്റ്റാങ്കിളും അല്ലെങ്കിൽ സർക്കിളോ ഏത് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ വരയ്ക്കാം. ഇത് നമുക്ക് വരച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ളത് വരയ്ക്കാം, പക്ഷെ നമുക്ക് അലൈൻ ചെയ്യണം. അലൈൻ ചെയ്യുമ്പോൾ നമുക്ക് മിഡിലാണ് ആവശ്യം പറഞ്ഞാൽ നേരെ എഫക്ട് കൺട്രോൾ പാനലിൽ അലൈൻ എന്ന ഓപ്ഷൻ ഉണ്ട്, അലൈൻ എടുക്കാം. സെലക്ട് ചെയ്തിട്ട് പറഞ്ഞാൽ കറക്റ്റ് എവിടെ വേണമെങ്കിൽ നമുക്ക് മിഡിലാണെങ്കിൽ മിഡ്, സൈഡ് അപ്പർ, ഡൗൺ, മിഡ്, അങ്ങനെ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ആയിട്ട് ഇതിനെ നമുക്ക് അലൈൻ ചെയ്ത് വെക്കാം.